അത്രയ്ക്ക് വലിയ ഭക്തിയൊന്നും ഇല്ലാതിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പാകത്തിന് മാത്രം, ആവശ്യത്തിന് മാത്രം ഭക്തിയൊക്കെ ഉണ്ടായിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം വലിയ രീതിയിലുള്ള ഭക്തിയിലേക്ക് മാറ്റപ്പെട്ടേക്കാം. ഇത്തരത്തില് നമ്മളുടെ ഈ സമൂഹത്തില് ഒരുപാട് പേര് മറ്റുള്ള ആത്മാക്കളാൽ സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് അവർ സമൂഹത്തിലും കുടുംബത്തിലും കോമാളികളായി, അവർ കാരണം കുറെ മനുഷ്യർ ഇങ്ങനെ വഴിതെറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നത് ഒരു അപകടമാണ്. എന്ത്? ഗുരു ഇല്ലാത്ത ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിലൊന്നാണ്. നമ്മൾ മറ്റുള്ള അന്തരീക്ഷത്തിലുള്ള ശക്തികളാൽ അല്ലെങ്കിൽ പാരനോർമൽ ആയിട്ടുള്ള ഇത്തരം ബോധങ്ങളാൽ, ഊർജ ശരീരങ്ങളാൽ, ആത്മാക്കളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ സഹായം വളരെ ആവശ്യമാണ്. ആത്മാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. മരിച്ചു കഴിയുമ്പോൾ ശരീരം മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയുള്ള ആത്മാക്കൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ശരീരത്തെ വേണം. അങ്ങ് പറഞ്ഞു, ആത്മീയതയിൽ വളരെ ഗൗരവത്തോടെ പോകുന്ന ഒരു വ്യക്തിക്ക് മാനസികവും ഭൗതികവും ആത്മീയവുമായി ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞായിരുന്നു. ഒരു യഥാർത്ഥ ഗുരു ഇല്ല എങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അതായത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ആത്മീയതയിലേക്ക് പോകുമ്പോൾ അത് ശരിയായ ഒരു ആത്മീയതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഗൗരവതരമായിട്ടുള്ള ഒരു ആത്മീയതയിലേക്ക്. അപ്പോൾ ഇപ്പോഴും ഈ സാഹചര്യത്തിൽ ആത്മീയത എന്ന് ഞാൻ പറയുന്നത് പോലും സാങ്കേതികമായിട്ട് ശരിയല്ലെങ്കിൽ പോലും അത് ഈ വ്യവഹാരത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്, അതായത് ക്ഷേത്ര ദർശനവും വഴിപാടും പൂജകളും ആചാരങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ഒരാത്മീയതയായിട്ട് കാണുന്ന ആളുകളുടെ ആ ഒരു തലത്തിൽ നിന്നിട്ടാണ് ഞാൻ ഈ ആത്മീയത എന്നുള്ള പദം ഇപ്പോഴിവിടെ സന്ദർഭവശാൽ ഉപയോഗിക്കുന്നത്. അപ്പോ മിക്കവാറും ആളുകൾക്ക് അവരുടെ മറ്റുള്ള ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ, അതായത് അവര് ഭൗതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് സക്സസ് ആകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വരൻ മാത്രം, അഥവാ അവരുടെ ആരാധനാമൂർത്തികൾ മാത്രമാണ് അവർക്ക് ആശ്രയം എന്നൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ക്രമേണ അവരുടെ മറ്റുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ കുറച്ചിട്ട്, മറ്റുള്ള താല്പര്യങ്ങളെയൊക്കെ ബോധപൂർവം കുറച്ചിട്ട്, കാര്യം അവർക്ക് അവരുടെ ജീവിതത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ എന്ത് ചെയ്യണോ? ഈശ്വരീയമായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഗുരു ഇല്ലാച്ചാല് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാം ഇവിടെ പറയാനൊന്നും ആവില്ല. കാര്യം അത് ഒരുപാട് ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കും. ചില ആളുകൾ അത് ഭയപ്പെടുത്തും. അതുകൊണ്ട് അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. മാത്രമല്ല, നമ്മുടെ ഒരു സമയ പരിമിതിയുണ്ട്. അപ്പോൾ ഈ ഗുരു ഇല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇവര് അന്തരീക്ഷത്തിലുള്ള മറ്റു ചില ഊർജങ്ങളാല്, മറ്റു ചില ശക്തികളാലെന്നോ മറ്റാത്മാക്കളാലെന്നോ ഒക്കെ പറയാം, ഈ ആത്മാക്കളാൽ അവര് മിസ്ഗൈഡ് ചെയ്യപ്പെടും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. കാരണം ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ മിസ്ഗൈഡ് ചെയ്യണമെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. കാരണം അതിന് ഈ വ്യക്തി ബോധപൂർവം നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ആ പ്രസ്തുത വ്യക്തിയെ ഈ ആദ്യത്തെ വ്യക്തി അന്ധമായിട്ട് വിശ്വസിക്കണം. മാത്രമല്ല, അത് കുറച്ചൊക്കെ നമുക്ക് അറിയാൻ എളുപ്പമാണ്. അത് ചിലപ്പോൾ ഈ വ്യക്തിക്ക്
അറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റു പലർക്കും അവർക്കിത് അറിയാൻ പറ്റും. ഈ വ്യക്തിയെ വഴിതെറ്റിക്കണു അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ഈ അന്തരീക്ഷത്തിലുള്ള മറ്റ് ഊർജ ശരീരങ്ങളാൽ അല്ലെങ്കിൽ മറ്റ് ബോധങ്ങളാൽ അല്ലെങ്കിൽ മറ്റ് ആത്മാക്കളാൽ, മറ്റു ദുരാത്മാക്കളാൽ, അങ്ങനെയൊക്കെ പല പദങ്ങൾ പറയാം. ഇങ്ങനെയുള്ള ആത്മാക്കളാൽ ഒരു മനുഷ്യൻ വഴിതെറ്റിക്കപ്പെട്ടാൽ അത് അറിയുന്നത് വളരെ പാടാണ്. കാരണം ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ സഡൻ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ വരും. അത്രയ്ക്ക് വലിയ ഭക്തിയൊന്നും ഇല്ലാതിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പാകത്തിന് മാത്രം, ആവശ്യത്തിന് മാത്രം ഭക്തിയൊക്കെ ഉണ്ടായിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം വലിയ രീതിയിലുള്ള ഭക്തിയിലേക്ക് മാറ്റപ്പെട്ടേക്കാം, വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് മാറ്റപ്പെട്ടേക്കാം. നയിക്കുന്നത് ഒരു വിവാഹ ജീവിതമാണെങ്കിലും വളരെ പെട്ടെന്നൊരു ഒരു ബ്രഹ്മചാരിയുടെ ഒരു സമ്പ്രദായത്തിലേക്ക് മാറ്റപ്പെട്ടേക്കാം, സ്ത്രീ ആയാലും പുരുഷനായാലും. പിന്നെ എപ്പോഴും സദാ ഒരു പ്രകടന ഭക്തിയിലേക്ക് പോയേക്കാം. ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു? ഇങ്ങനെ ഒട്ടനേകം മാറ്റങ്ങൾ വരുന്ന ആളുകളെ നമ്മളുടെ സമൂഹത്തിൽ കാണാറുണ്ട്, അല്ലെ? പിന്നീട് മാത്രമല്ല, ഇവർ ചിലപ്പോൾ പെട്ടെന്ന് ഇവർക്ക് മുൻപ് ഇവർക്കില്ലാതിരുന്ന ചില സിദ്ധികൾ ഇവർ പ്രകടിപ്പിക്കാൻ തോന്നും. ഇവർ ജ്യോതിഷം പഠിച്ചിട്ടില്ല എങ്കിലും അവർക്ക് ജ്യോത്സ്യം പറയാൻ കഴിയും. പ്രധാനമായിട്ടും അതാണ്. ഭൂതം ഭാവി ഒക്കെ പ്രവചിക്കാൻ പറ്റും. പിന്നെ ചില അല്പസ്വല്പം പ്രശ്ന പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നീട് പനി, വയറ്റിളക്കം, അങ്ങനെയൊക്കെയുള്ള ചില രോഗപീഠകൾ, മീൻസ് അങ്ങനെ ചിലപ്പോൾ ക്യാൻസർ വരെ ഭേദപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം, എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ രോഗശാന്തി കൊടുക്കണ ഒരവസ്ഥയിലേക്ക് പോയേക്കാം. ആക്ച്വലി ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനെക്കുറിച്ച് ബോധറാവാറില്ല. കാര്യം ജീവിതത്തില് ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ മനുഷ്യനാണ്. ആ മനുഷ്യന് പെട്ടെന്നൊരു ദിവസം ഭക്തി കൂടുന്നു. ചിലപ്പോൾ അയാൾ അത്രയും നാള് വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന വ്യക്തിയാകാം. പെട്ടെന്നൊരു ദിവസം അയാൾക്ക് ശിവഭക്തി വന്നേക്കാം, അല്ലെങ്കിൽ ഭദ്രകാളി ഭക്തി വന്നേക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഇവര് വേറൊരു രീതിയിലോട്ട് മാറും. ഇവര് പ്രത്യേകിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഈ കഴിവൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഇവർക്ക് ഈശ്വരീയമായിട്ടുള്ള ശക്തികൾ കിട്ടിത്തുടങ്ങിയെന്ന് ഇവർ ധരിക്കും. ഇവരിൽ മഹാദേവൻ പ്രസാദിച്ചു എന്നോ, നാരായണൻ പ്രസാദിച്ചു എന്നോ, ഭഗവതി പ്രസാദിച്ചു എന്നോ, ഇതെല്ലാ മതങ്ങളിലുണ്ട് കേട്ടോ. ക്രിസ്തു പ്രസാദിച്ചു എന്നോ, ഇസ്ലാമിലാണെങ്കിൽ അവരുടെ മാലാകമാരൊക്കെ പ്രസാദിച്ചു എന്നോ ഒക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇവർക്ക് ക്രമേണ ഇവർ പറയും, ഞാൻ ശിവനാണ്, എൻ്റെ ശരീരത്തിൽ വരുന്നത് ശിവനാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ വരുന്നത് ദേവിയാണ്, എൻ്റെ ശരീരത്തിൽ വരുന്നത് മഹാവിഷ്ണുവാണ്, ക്രിസ്തുവാണ്, കൃഷ്ണനാണ്, അങ്ങനെ പല പല പേരുകളും പറയും. അപ്പം അത് ശരിക്കും എന്താണ്? ഇവരുടെ മനസ്സിൽ ആ തോന്നലുകളാണ് ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇവർ ശരിക്കും വളരെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആത്മാക്കളാൽ സ്വാധീനിക്കപ്പെടുമ്പോഴാണ് ഇവർ സ്വയം ഇങ്ങനെ പറയുകയും, ഇവർക്ക് ചില സിദ്ധികളൊക്കെ കിട്ടുമ്പോൾ ഇവർ വിചാരിക്കും ഇവരറിയണതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പ്രശ്നപരിഹാരത്തിനായിട്ട് ഓടുന്ന ആളുകൾക്ക് എവിടെ നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമോ അവർ തന്നെയാണ് വലിയ ശക്തി. പിന്നെ അല്ലേ? അപ്പോ നമുക്ക് ഇങ്ങനെ സ്വയം ആൾദൈവങ്ങൾ ഉണ്ടാകണം. അത് ആൾദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ലെവലിലുള്ള ആൾദൈവങ്ങളും വലിയ ലെവലിലുള്ള ആൾദൈവങ്ങളും ഉണ്ടാവും.
ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്മാൾ സ്കെയിലാണ്. അപ്പോഴേ ഇങ്ങനെയുള്ള ചെറിയ തോതിലുള്ള ആൾദൈവങ്ങൾ, ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ അറിയാം, ഞാൻ കൽക്കിയാണെന്ന് പറയുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അറിയാം. ഞാൻ ശിവനാണെന്ന് പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. വിഷ്ണുവാണെന്ന് പറയണത്, പാർവതിയാണെന്ന് പറയണത് ഒത്തിരി ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ അത്യാവശ്യം ബോധമുള്ളൊരു മനുഷ്യൻ മനസ്സിലാവും ഇവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ സത്യത്തിൽ ഇവിടെ സംഭവിക്കണം എന്താണ്? അവരുടെ ശരീരത്തില് ശിവനോ വിഷ്ണുവോ പാർവതിയോ ക്രിസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിലിരിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ആരും വരുന്നതല്ല. ആക്ച്വലി സത്യത്തില് അവരുടെ ശരീരത്തിലേക്ക് മറ്റൊരാത്മാവ് പ്രവേശിച്ചിട്ട്, ഈ ആത്മാവ് പൂർവ്വജന്മത്തില് ഇത്തരം വിദ്യകളൊക്കെ അഭ്യസിച്ചിരുന്ന ആളായിരിക്കാം, ജ്യോതിഷം പഠിച്ച ആളായിരുന്നിരിക്കാം, മന്ത്രവാദം അറിയാമെന്ന ആളായിരുന്നിരിക്കാം. അപ്പൊ ഈ ആത്മാവിന് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന സിദ്ധികളൊക്കെയും ഈ ആത്മാവ് ഈ പ്രത്യേകമായ ഒരു ശരീരത്തിലേക്ക് വരുമ്പോ ഈ ശരീരത്തിലൂടെ അത് പ്രകടിപ്പിക്കും. എന്നിട്ട് ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്നിട്ട് അയാള് എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലാണ് കൂടുന്നതെങ്കിൽ നിങ്ങളോട് പറയും, ഞാൻ മഹാലക്ഷ്മിയാണ് എന്ന് പറയും. അപ്പം ക്രമേണ ക്രമേണ അത് നിങ്ങളുടെ ഉള്ളിൽ അത് ഉറച്ചുറച്ച് വരും. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ തുടങ്ങും. അപ്പൊ ഈ മഹാലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കുറെ അനുഭവങ്ങൾ വേണം. ആ അനുഭവങ്ങളെയൊക്കെ തരും. അപ്പം ഇത്തരത്തില് നമ്മളുടെ ഈ സമൂഹത്തില് ഒരുപാട് പേര് മറ്റുള്ള ആത്മാക്കളാൽ സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് അവർ സമൂഹത്തിലും കുടുംബത്തിലും കോമാളികളായി, അവര് കാരണം കുറെ മനുഷ്യരിങ്ങനെ വഴിതെറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നത് ഒരു അപകടമാണ്. എന്ത്? ഗുരു ഇല്ലാത്ത ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിലൊന്നാണ്. അവര് മറ്റുള്ള ആത്മാക്കളാൽ ഇവരെ സ്വാധീനിക്കപ്പെടുമ്പോൾ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ഗുരു ഇല്ലാത്തത് കൊണ്ടാണ്. കാര്യം ഇവർക്ക് നിങ്ങൾ ആ ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആത്മീയതയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ആത്മീയ അനുഭവങ്ങളെയും വിലയിരുത്തി മനസ്സിലാക്കി ഇത് ശരിയായ അനുഭവമാണോ അതോ നമ്മുടെ സബ് കോൺഷ്യസിന്റെ തന്നെ ഒരു പ്രൊഡക്ഷനാണോ ഇത്, അതോ ഇനി ഏതെങ്കിലും ഒരു നമ്മുടെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളാകുന്ന ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന മറ്റ് ഏതെങ്കിലും ആത്മാക്കൾ താൽക്കാലികമായിട്ട് നമ്മുടെ ബോധത്തിനെയും ശരീരത്തിനെയും ഉപയോഗിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നിശ്ചയമായിട്ടും ഗുരുവിന്റെ ആവശ്യം വളരെ നിർബന്ധമാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, നമ്മൾ മറ്റുള്ള അന്തരീക്ഷത്തിലുള്ള ശക്തികളാൽ അല്ലെങ്കിൽ പാരനോർമൽ ആയിട്ടുള്ള ഇത്തരം ബോധങ്ങളാൽ, ഊർജ ശരീരങ്ങളാൽ, ആത്മാക്കളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ സഹായം വളരെ ആവശ്യമാണ്. ഇത്തരം ആത്മാക്കളാൽ നമ്മൾ സ്വാധീനിക്കപ്പെട്ടാലുള്ള ദോഷം തീർച്ചയായിട്ടും ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഭ്രാന്തായി പോകും, അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളുടെ ആത്മാവ് ശരിയായിട്ടും ഈശ്വരനിൽ നിന്ന് അകന്നു പോകും. കാരണം നമ്മളൊരു ശരീരം ധരിക്കുമ്പോൾ, ഒരു ശരീരം ധരിക്കുമ്പോൾ ആ ആത്മാവിനൊരു ഇന്റൻഷൻ ഉണ്ട്. ആ ശരീരത്തിലിരുന്നു കൊണ്ട് എന്തനുഷ്ഠിക്കണം, ആ ഇന്റൻഷനെ മറികടന്നുകൊണ്ടാണ് വേറൊരു ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് അത് ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ അതിനു വേണ്ടിയിട്ട് ഈ ശരീരത്തിനെ പ്രയോജനപ്പെടുത്തണത്. അപ്പോൾ നിങ്ങളുടെ ഓൺ ആത്മാവിന് അല്ലെങ്കിൽ നിങ്ങളാകുന്ന ആത്മാവിന് അത് നാശം വരുത്തി തീർക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഇതുപോലെ ഒരു ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചു, നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരുന്നു, പെട്ടെന്ന് നിങ്ങൾക്കൊരു സിദ്ധികളൊക്കെ കിട്ടി. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, നിങ്ങൾ ഏത് മൂർത്തിയാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയപ്പോഴാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത്,
അതുകൊണ്ട് ആ ദേവീൻ്റെ അല്ലെങ്കിൽ ആ ദേവന്റെ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിനെ കൊണ്ടു നടക്കുകയും നിങ്ങൾ ഇവർ പറയുന്നതിനനുസരിച്ചിട്ട്, ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഇവരുടെ ശീലങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അതുപോലും താറുമാറായി പോകും. അപ്പം ഇത്തരം ആത്മാക്കൾ നമ്മളുടെ ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് ദുരിതമാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതിനെക്കുറിച്ചല്ല. ചോദ്യം ഗുരു ഇല്ലെങ്കിലുള്ള അപകടത്തെക്കുറിച്ചാണ്. ഗുരു ഇല്ലെങ്കിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അപകടം ഇതാണ്. നമ്മൾ ആത്മീയ പാതയിലേക്ക് പോകുമ്പോൾ, നമ്മൾ നമ്മളെ ശുദ്ധിയാക്കി എടുക്കുമ്പോൾ, നമ്മളുടെ ശരീരത്തിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആത്മാക്കൾ ശ്രമിക്കും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിതൊരു അന്ധവിശ്വാസം എന്നോ എന്താ പറയുക പ്രാകൃതം എന്നോ എന്നൊക്കെ പറഞ്ഞാലും ദിസ് ഇസ് ദ ട്രൂത്ത്. ഇത് സത്യമാണ്. ഇത് സത്യമാണ്. നമ്മൾ സൈക്കോളജിയുടെ ലെവലിൽ നോക്കിയാലും പാരാസൈക്കോളജിയുടെ ലെവലിൽ നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പം ഒക്കൾട്ടിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ രീതിയിലൊക്കെ നോക്കിയാൽ ദിസ് ഇസ് ട്രൂ. ആത്മാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. മരിച്ചു കഴിയുമ്പോൾ ശരീരം മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയുള്ള ആത്മാക്കൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ശരീരത്തെ വേണം. ഈ ശരീരത്തിനെ അവര് ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിച്ചാൽ അവരെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. കാര്യം ഇപ്പൊ ഞാൻ പലരും കാണാറുണ്ട്. ഇപ്പം ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ഈശ്വരീയ സിദ്ധി ഉണ്ടായെന്ന് വിചാരിക്കുക. അവര് പെട്ടെന്നൊരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണു. അപ്പോൾ ആ വ്യക്തി അത്ഭുതപ്പെട്ടു പോകും. കാര്യം ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അവർ വേറൊരാളോട് പറയും. ഇങ്ങനെ ക്രമേണ പറഞ്ഞ് ഇവർക്കൊരു പേരാവും. അപ്പം ഇവർ തന്നെ സ്വയം ചിന്തിക്കും, എനിക്ക് എന്താണ് ഇങ്ങനത്തെ സിദ്ധികളൊക്കെ വന്നത്. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചോദിക്കാൻ ഗുരു ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഞാൻ കൽക്കിയാണ്, ഞാൻ പാർവതിയാണ്, പരമശിവനാണ്, നരസിംഹമാണെന്നൊക്കെ പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അവർക്കൊരു ഗുരു ഉണ്ടാവില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇവർ ഏതെങ്കിലും ഒരു കണിയാനടുത്ത് പോകും. കണിയാനടുത്ത് പോകുമ്പോഴത്തേക്ക് കണിയാൻ ഇങ്ങനെ കബഡിയൊക്കെ നിർത്തിയിട്ട് പറയും, അത് നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് മഹാദേവനാണ്, അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്, അല്ലെങ്കിൽ ചാമുണ്ടിയാണ്, ഭദ്രകാളിയാണെന്നൊക്കെ പറയും. കാര്യം ഇവനെയും കബളിപ്പിക്കുന്നവനാണ്. ഇത് ഇവനും അറിയില്ലല്ലോ. അപ്പോഴെന്ത് ചെയ്യും? ഇവൻ കൊണ്ടുപോയിട്ട് പറയും, നിങ്ങളൊരു എന്ത് ചെയ്യണം, ഒരു അമ്പലം ഉണ്ടാക്കണം എന്ന് പറയും. പിന്നെ അമ്പലം ഉണ്ടാക്കാനുള്ള പരിപാടിയായി, പിന്നെ ഭക്തജനങ്ങളായി, കാശുണ്ടാക്കലായി, അത് ഒരു സംഗതിയായി. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശരിയായ ഈശ്വരനിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ട് നിങ്ങളുടെ ശരീരത്തിനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ അധപ്പതിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇത് തന്നെയാണ്, ഗുരുവിന്റെ ആവശ്യം. പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ വീണു പോകാതിരിക്കാൻ ഗുരുവിന്റെ ഒരു ഊർജം നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം, ഈ തലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം, തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പം ഈ തടസ്സങ്ങൾ, ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ എനർജി നിങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനം ഇതാണ്, നിങ്ങൾ മറ്റുള്ള ദുരാത്മാക്കളാൽ മിസ്ഗൈഡ് ചെയ്തപ്പെട്ടേക്കാം, അവർ നിങ്ങളെ സ്വപ്നങ്ങൾ കാണിച്ചേക്കാം, പ്രാർത്ഥനയിൽ നിങ്ങൾ അതും ഇതുമൊക്കെ കണ്ടേക്കാം, ഈശ്വരീയ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായ പൊരുൾ എന്തെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും ആത്മാക്കളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയണമെങ്കിലും ഗുരുവിൻ്റെ കൃപയും ദൃഷ്ടിയും ശക്തിയും നിങ്ങൾക്ക് ഒരു ഘട്ടം വരെ ആവശ്യമാണ്. ഓക്കേ.